Good morning. Good morning. Good morning, ma'am. Good morning, Miss. Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു മാം. ഓക്കെ. പ്രയർ ആരാണ്? ഞാനാണ് മാം. പറഞ്ഞോളാം. Good morning, ma'am. Good morning, my dear friends. Prayer. സച്ചിദാനന്ദ സർവവല്ലഭ നിത്യനിർമ്മല നിർമ്മമാ സത്യനാം നിന്റെ തൃപ്പാദങ്ങളിൽ നിത്യവും ഞങ്ങൾ കൂപ്പുന്നു. വിദ്യയാം ഭിക്ഷ വാങ്ങുവാനിനി വിദ്യപീഠത്തിൽ വന്നിതാ. ഉൾക്കൊരുന്നാകും കൊത്തിലാക്കുമ്പിൽ നീട്ടി നിൽക്കുന്നു നിന്മക്കൾ. സച്ചിദാനന്ദ സർവവല്ലഭ നിത്യനിർമ്മല നിർമ്മമാ സത്യനാം നിന്റെ തൃപ്പാദങ്ങളിൽ നിത്യവും ഞങ്ങൾ കൂപ്പുന്നു. നിത്യവും ഞങ്ങൾ കൂപ്പുന്നു. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. Good morning, ma'am. Good morning, Jolie. Signing and thought of the day. Thought of the day parayate, ma'am. പറഞ്ഞോളാം. Hi, I'm Sumaya. Good morning, ma'am. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Thank you, ma'am. Thought of the day. Signing ആരാണ്? സൈനിൻ ദിവ്യയാണ് ഞാൻ പറയാന്ന് വിചാരിച്ചത്. ഓക്കെ പറഞ്ഞു. ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. ഒരിക്കൽ ഒരു സൈക്കോളജിസ്റ്റ് ഒരുപാട് അധികം ആളുകളുടെ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ സ്ത്രീ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തൻ്റെ കയ്യിൽ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന് എത്രത്തോളം ഭാരമുണ്ടായിരിക്കും? ഇത് കേട്ടതും ഓഡിയൻസ് പല പല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ ഗ്ലാസിന്റെയോ അതിന്റെ അകത്തുള്ള വെള്ളത്തിന്റെയോ യഥാർത്ഥ ഭാരമല്ല എനിക്ക് അനുഭവപ്പെടുന്നത്. പകരം ഇതേ ഗ്ലാസ് വെള്ളം ഞാൻ എത്ര നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുവോ അതിനനുസരിച്ചാണ് എനിക്കിതിന്റെ ഭാരം അനുഭവപ്പെടുന്നത്. അതായത് ഇത് ഇങ്ങനെ 1 മിനിറ്റ് നേരം എൻ്റെ കയ്യിൽ വെച്ച് ഇരുന്നാൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഭാരമൊന്നും അനുഭവപ്പെടാൻ പോകുന്നില്ല. അതേസമയം അതൊരു മണിക്കൂർ നേരം ഞാൻ വെച്ചാൽ അതെനിക്ക് വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുത്തും. ഇനി അതൊരു ദിവസം മുഴുവൻ ഞാൻ വെക്കുകയാണെങ്കിൽ അതെനിക്ക് വല്ലാത്ത അസ്വസ്ഥതയും എൻ്റെ കൈ ഒടിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നും. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്ലാസിന്റെയോ അല്ലെങ്കിൽ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെയോ ഭാരത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും പ്രോബ്ലംസും ടെൻഷൻസും എല്ലാം. ഈ കപ്പിലെ വാട്ടർ പോലെയാണ്. അത് എത്ര നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നിൽക്കുന്നോ അതിനനുസരിച്ച് അതിന്റെ ഭാരം കൂടി കൂടി വരും. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ടെൻഷൻസും സ്ട്രെസ്സും ഇതെല്ലാം നമ്മൾ ഒരു ദിവസം ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ അതേ കാര്യം വീണ്ടും വീണ്ടും ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളിൽ അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കിയെടുക്കും. എന്നാൽ എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് തന്നെ നമ്മൾ വറീഡാവാൻ നിന്നാൽ അത് നമ്മളെ ഡേഞ്ചറായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. സോ നമ്മുടെ കൈ വേദനിക്കുമ്പോൾ ഗ്ലാസും വെള്ളവും നിലത്ത് വെക്കുന്ന പോലെ തന്നെ സ്ട്രെസ്സും ടെൻഷൻസും പ്രോബ്ലംസും എല്ലാം എടുത്ത് കളയേണ്ട സമയമാകുമ്പോൾ തന്നെ എടുത്ത് കളയണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു മാം. താങ്ക് യു ഡിയേഴ്സ്.
നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ക്ലാസ് ചെയ്തേ. ഞാൻ ഈ കടയിൽ ആള് വരുന്നേ കൊണ്ട് തിരക്കിട്ട് പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, നമ്മളപ്പം എടുത്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ? അതെ മാം. അതിൽ നോർമലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു നിർത്തി, അത്രയല്ലേ എടുത്തിട്ടുള്ളൂ? അതെ മാം, അത്രേ എടുത്തിട്ടുള്ളൂ. നോർമലൈസ്ഡ് ചൈൽഡ് പറഞ്ഞില്ല. ഓക്കെ, നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാല് ഡീവിയേഷൻ പറഞ്ഞിട്ട് വേണമായിരുന്നു നോർമലൈസേഷനിലേക്ക് വരാനായിട്ട്. കുഴപ്പമില്ല. എന്നാൽ നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞത്. നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡീവിയേറ്റഡ് ചൈൽഡ്സിനെ നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താക്കുന്നു? ഒരു നോർമൽ ആക്കി മാറ്റുന്നു. ഒരു നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോ അവരുടെ എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ വരും. നിങ്ങളിൽ തന്നെ ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്ന നമ്മളായിരിക്കില്ല കുറച്ച് നാൾ. ഇപ്പൊ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാൾക്ക് നമ്മളിൽ ഒരുപാട് മാറ്റം ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് മാറാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ സോ നിങ്ങൾ നോർമലൈസേഷന്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ഓൺലി ത്രൂ വർക്കാണ്. വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾ എന്താക്കുന്നത്? നോർമലൈസ്ഡ് ആക്കുന്നത്. ത്രൂ വർക്കാണ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോർമലൈസ്ഡ് ആക്കുന്നത്. സോ പിന്നെന്താണ്? ഇപ്പോൾ നമ്മൾ ഒരാൾ പെർഫെക്റ്റ് ആക്കുന്നത്. നമ്മളിപ്പോ ആദ്യം ക്ലാസ്, ഞാനായാലും ആദ്യം ക്ലാസ് എടുത്തപ്പോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. അതേപോലെ തന്നെയാ നിങ്ങളും ഇവിടെ വന്ന ഒരു ആക്ടിവിറ്റീസ് പ്രസന്റ് ചെയ്യുമ്പോൾ ആദ്യം പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ നമ്മളത് ചെയ്ത് 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 നമ്മൾ എന്തിലേക്ക് വന്നു? പെർഫെക്ഷൻ കൊണ്ടുവന്നു. ഇപ്പൊ നിങ്ങളോട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എത്ര മനോഹരാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സെമിനാർ എടുക്കാൻ പറഞ്ഞാൽ അത്ര മനോഹരാക്കിയായിരിക്കും നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? വർക്ക് ചെയ്ത് 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 നമ്മൾ എന്തായി? പെർഫെക്റ്റ് ആയി. മാൻ ബിൽറ്റ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ തന്നെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ പേഴ്സണാലിറ്റിയില് വർക്ക് ചെയ്യുന്നതിൽ കൂടെ മാത്രമേ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ മോണ്ടിസോറി സ്കൂൾ ഇമേജ് അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ കണ്ടു. കുറെ ഇമേജസ്, കുറെ ക്ലാസ് റൂംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? മോണ്ടിസോറി സ്കൂൾ ഇമേജസ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അല്ലേ? ജസ്റ്റ് ഞാനൊന്ന് ഇമേജ് എടുത്ത് തരുമെന്നുള്ളൂ. നമുക്കത് എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ കാണുന്നില്ലേ? ഓരോന്നും അതിൻ്റെതായ ട്രാക്കിൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി പറയുന്നത് എന്താണ്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ ഏതൊരു മെറ്റീരിയൽസ് നോക്കിയാലും അതിൻ്റെതായ ഓർഡറിലാണ് അത് തിരിക്കുന്നത്. ലവ് ഓഫ് ഓർഡർ കണ്ടോ? നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായ എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. നമ്മളുടെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലവ് ഓഫ് ഓർഡർ. ഇപ്പൊ ചിലപ്പോ ഒരു കുട്ടി ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ അവൻ കാണുന്നത് എന്താണ്? ഡെയിലി കാണുന്നത് അവര് ചെയ്യുന്ന വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ മെറ്റീരിയൽസ് അതിന്റെ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നതാണ്. സോ അവര് എന്തിലേക്ക് വരാണ്? ഈ ഒരു ഓർഡറിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലി വരാണ്. നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റിനോടൊപ്പം നമ്മളെ ഈ പറഞ്ഞ മോണ്ടിസോറി എൻവയോൺമെന്റിനോട് അവർ ഒരുപാട് സ്നേഹത്തോടു കൂടി, അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ക്രമം അവർ തന്നെ കുട്ടികൾ തന്നെ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. പറവൂര് മോണ്ടിസോറി സ്കൂളില്ല, പക്ഷെ ആലുവയിൽ ഉണ്ട് മോണ്ടിസോറി. ആലുവ ആ ഭാഗത്ത് മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. ആലുവയിലേക്ക് പോകുന്ന വഴി കേട്ടോ, അടുത്തുണ്ട്. ഓക്കെ, ലവ് ഓഫ് ഓർഡർ. The child disclosed an intensive love of environment. നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിനോട് പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും ആർക്ക് ഉണ്ടാവാം? മോണ്ടിസോറി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. മോണ്ടിസോറി എൻവയോൺമെന്റിനോട് വളരെ ഇഷ്ടമായിരിക്കും. ആൻഡ് കറസ്പോണ്ടിങ് അംബിഷൻ ടു കൺസേർവ് ദ ഓർഡർ ഇൻ ഇറ്റ്. നമ്മൾ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ഒരു എന്താ പറയാ ഒരു മെയിൻറ്റെയിൻ ചെയ്യും. കുട്ടികൾ തന്നെ ആ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. The act means the principle of order.
ഇതാണ് ഈ ഒരു ഓർഡറിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഓർമ്മയിടാൻ നമ്മളോട് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുമെന്ന്. അപ്പം ഒരാൾ പറയുന്നത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ അലോ ചെയ്യില്ല. എല്ലാവരും മ്യൂട്ട് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓക്കെ, എല്ലാവരും അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കി എല്ലാവർക്കും അതിൻ്റെതായ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈം ഉണ്ട്. അപ്പോഴേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, മ്യൂട്ട് ഓൺ ചെയ്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ മ്യൂട്ട് ആക്കും. ഇപ്പൊ ഞാനായാലും മ്യൂട്ട് ചെയ്യും, നിങ്ങളായാലും മ്യൂട്ട് ചെയ്യും. ആ പറയുന്ന കാര്യം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ ഒരു ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഫസ്റ്റ് തന്നെ പ്രെയർ, അതേപോലെ അത് കഴിഞ്ഞ് സൈൻ ഔട്ട്, സൈനിങ് തോട്ട് ഓഫ് ദ ഡേ, പിന്നെ സൈൻ ഔട്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഓർഡർ പഠിപ്പിക്കാം. നമ്മളുടെ ഒരു ക്ലാസ്സിൽ ഒരു ഓർഡർ നിങ്ങൾ പഠിപ്പിച്ചതാണ് ഈ ഒരു കാര്യം പറഞ്ഞാൽ. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോ അവിടുത്തെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, അവിടുത്തെ ക്രമങ്ങൾ, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് പ്ലേസ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെ വേണമെങ്കിൽ കൊണ്ടുവന്നിരുന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കണം. ചിലപ്പോൾ ആദ്യം ദിവസങ്ങളൊന്നും ഇതേപോലെ ചെയ്യണമെന്നില്ല. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് അവർ കാണുന്നത് എന്താണ്, ബാക്കിയുള്ള കുട്ടികൾ എൽഡർ ചൈൽഡ് ഇത് തന്നെ ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് ആ സ്ഥലത്ത് പ്ലേസ് ചെയ്യാണ്. സോ അത് കണ്ട് ശീലിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികളും ന്യൂ ചൈൽഡും എന്ത് ചെയ്യണത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് കൊണ്ടുവന്ന് വെക്കും. ഇനി അടുത്താണ് ലവ് ഓഫ് വർക്ക്. നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇത് തോന്നും. ഇപ്പൊ ഒരു കുട്ടി അവൻ കുറെ നേരമായിട്ട് അല്ലെങ്കിൽ 1-2 ദിവസം എടുത്തിട്ട് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽഡ് ചെയ്ത് അവൻ കറക്റ്റ് ആയിട്ട് 2-3 ദിവസം എടുത്ത് ആദ്യം ബിൽഡ് ചെയ്തു, അത് പോയി, വീണ്ടും ബിൽഡ് ചെയ്തു, അത് തെറ്റിപ്പോയി, വീണ്ടും ബിൽഡ് ചെയ്തു. ലാസ്റ്റ് അവൻ ചെയ്ത് അത് കറക്റ്റ് ആക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ചൈൽഡിന് ഭയങ്കരമായിട്ട് എന്തായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ലവ് ഓഫ് വർക്ക്. അവന് ഒരു എന്താ പറയാ വർക്കിനോട് ഭയങ്കര ആത്മാർത്ഥതയും അതേപോലെ തന്നെ എന്താ പറയാ, ആ കുട്ടിക്ക് മുഴുവൻ വ്യക്തിത്വം ആ ഒരു വർക്കിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഭയങ്കരമായിട്ട് ആ ഒരു ഇന്റൻഷൻ, ആ ഒരു വർക്ക് ചെയ്യാനുള്ളൊരു ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, ഭയങ്കര താല്പര്യമായിരിക്കും ആ കുട്ടിക്ക്. ഡെഡിക്കേഷൻ കിട്ടും. എന്താ ഓക്കെ നോക്കട്ടെ. ലവ് ഓഫ് വർക്ക്. The work is the sense means any activity. Work എന്ന് പറയുമ്പോൾ ഏതൊരു ആക്ടിവിറ്റി ആവാം which affect the child's whole personality as the form of self-expression and carry the child a corresponding joy in performing of it. അപ്പൊ അത് പെർഫോം ചെയ്യുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവന് ഈ നമ്മളുടെ വർക്കുകൾ ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് മടിയൊക്കെ കാണിക്കും. പിന്നെ അവൻ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ അവന് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ നമ്മളൊരു കുട്ടി മാറി നിന്ന് അവൻ കറക്റ്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യണം, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ 1-2 ദിവസം എടുത്തായിരിക്കും ചിലപ്പോൾ അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്തപ്പോ എന്താണ് നമ്മള് എന്താ പറയാ, തെറ്റിപ്പോയിട്ടുണ്ടാവും, വീണ്ടും ചെയ്തപ്പോ വീണ്ടും തെറ്റിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത് അവൻ സോ അവന്റെ കോൺസെൻട്രേഷൻ ലെവൽ എന്ത് ചെയ്യാണ്, കൂടാണ്. അവനെന്താ പറയാ, അവന് കോൺസെൻട്രേഷൻ ഏകാഗ്രത എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുന്നുണ്ട്. ഒരു പ്രാവശ്യം അത് ചെയ്തു, വീണ്ടും അവനത് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് നല്ല കോൺസെൻട്രേഷൻ പവർ വേണം. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് കുട്ടികളിൽ എന്ത് വരുന്നുണ്ട്, കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദിസ് കോൺസെൻട്രേഷൻ വിച്ച് ഈസ് സോ കംപ്ലീറ്റ് ഓഫ്റ്റൻ ലോങ്ലി ദ ചൈൽഡ് ഫ്രം ഹിസ് എൻവയോൺമെന്റ്. ഇവിടെ പറയുന്നത് അവന്റെ മനസ്സിനെയാണ് നമ്മൾ ലോങ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. അവന്റെ മനസ്സിനെ ഏകാഗ്രമാക്കുക, അല്ലാണ്ട് നമ്മുടെ മോൺസോറി എൻവയോൺമെന്റിൽ ആ കുട്ടിനെ ഒറ്റപ്പെടുത്തുക എന്നല്ല എനിക്ക് വരുന്നത്. അവന്റെ മനസ്സ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവനെ ലോങ്ലി ആക്കുന്നത്, അവന്റെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നു എന്നാണ് ആ മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രോഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ കിട്ടും. അഖണ്ഡമായ സ്വതന്ത്രമായ ഏകാഗ്രത, ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളിൽ ചെറുപ്പത്തിലെ കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് കുറെ നേരം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനോ അവർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മടിയും കൂടാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്തുണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ റിയൽ വേൾഡിന്റെ ഒരു മിനി നേച്ചർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നത്. സോ അവരെന്താണോ, ഇപ്പൊ നമ്മള് ഫ്രെയിം ഒക്കെ പഠിച്ചില്ലേ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനുണ്ടാവും. ഫ്രെയിം ഒക്കെ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ഒക്കെ ചെയ്ത സമയത്ത്
എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡിൽ അവർ ചെയ്യേണ്ട ഓരോ ആക്ടിവിറ്റീസ് ആണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് ഈ വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ സ്വയമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ബട്ടൺസ് ഇടാനും ഷൂലേസ് കെട്ടാനും എന്താണ് ബക്കിള് ക്ലോസ് ചെയ്യാനും അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനും അതേപോലെ അവർക്ക് സ്വയം അത് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ അവർ റിയാലിറ്റി ആയിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് വേണ്ടി വരും എന്നൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എങ്ങനെയാണ് അവരുടെ ലൈഫിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിൽ അവർ പെരുമാറുന്നത്. നമ്മളിവിടെ ഒരു എന്താ പറയാ ഒരു മിനി വേൾഡിനെ തന്നെ നമ്മളിവിടെ മോൺസോറി എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് പിന്നെ ഏകദേശം അവർ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനും അതേപോലെ പെട്ടെന്ന് റിയാലിറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റു ഒരു വരുന്ന കുട്ടികൾക്ക് ഈ റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. കാരണം അവർ ചെറുപ്പം മുതലേ എപ്പോഴും ഡിപ്പെൻഡന്റ് ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഫുൾ കാര്യങ്ങളും പാരന്റ്സ് ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കെയർ ടേക്കർ ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി എന്താണ് കാര്യങ്ങളൊക്കെ അവർ സ്വയം ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ആവും, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് കൂടുതലായി. ഓക്കെ, the mind constructs itself through contact with existence, not with the projection of make believe. അപ്പൊ നമ്മളിവിടെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എക്സിസ്റ്റൻസ് ഉള്ള കാര്യങ്ങൾ, അല്ലാതെ ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. നമ്മളൊരു എന്താ പറയാ ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഫ്രൂട്ട്സ് കാണിച്ചു കൊടുത്താൽ പഠിപ്പിക്കണേ. സോ അവർക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പുറത്തൊരു അല്ലെങ്കിൽ അവർക്ക് ഇന്നത് കാണുകയാണെങ്കിൽ ഇപ്പൊ എ ഫോർ ആപ്പിൾ ആണെന്ന് നമ്മൾ വെറുതെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന് പകരം എ ഫോർ ആപ്പിൾ, ആപ്പിളിനെ പോലത്തെ ഒരു ഒന്നിന് ഇമേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഷേപ്പിലുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടി ആപ്പിൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് അവർക്കത് മനസ്സിലായി. പിന്നെ അത് കാണുമ്പോൾ അവർ പറയും ഇത് ആപ്പിൾ ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. The foundation of its all is the external world, as is first through sense and moments and later by reasoning and imagination. നമ്മൾ ഇവിടെ ഫസ്റ്റ് സെൻസ് ചെയ്താണ് പഠിക്കുന്നത്. ബിക്കോസ് നമ്മൾ പഠിക്കാനുള്ള പ്രാക്ടിക്കൽ സെഷനിൽ വരുമ്പോൾ രണ്ടാമത്തെ ഏരിയയാണ് സെൻസറി ആക്ടിവിറ്റീസ്. നമ്മൾ ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യാണ്. ഇപ്പൊ നമ്മള് കളറിംഗ് ബോക്സിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഓക്കെ, നമ്മള് അവിടെ കളറിംഗ് ബോക്സിനെ കുറിച്ച് പഠിപ്പിക്കും. ഒന്ന് കാണിച്ചു തരാം കളറിംഗ് ബോക്സ്. ജസ്റ്റ് നമ്മളിപ്പോ കുട്ടികളെ കളർ പഠിപ്പിക്കാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇതേപോലത്തെ കളറിംഗ് ബോക്സുകൾ നിങ്ങൾ കാണുന്നത് കണ്ടോ? ഇതേപോലെ ഇപ്പൊ യെല്ലോ, റെഡ്, ബ്ലൂ നമ്മൾ ഈ കളറിംഗ് ബോക്സ് വെച്ച് അവരെ അത് കണ്ട് മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. സോ ഈ കുട്ടികൾക്ക് അത് സെൻസ് ചെയ്താണ് നമ്മൾ അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്താവട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, ഇപ്പൊ കളറിംഗ് ബോക്സ് ഇട്ടെങ്കിൽ വേറെ എന്താണ് പിങ്ക് കവർ ആവട്ടെ. സോ അവരത് കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങൾ അവർ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവരത് മനസ്സിലാക്കി അത് പഠിക്കുകയാണ്. ദെൻ അത് മൊമെന്റ്സിലൂടെ അവർ പഠിക്കുന്നു അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ലേറ്റർ അവർ ബൈ റീസണിങ് ആൻഡ് ഇമാജിനേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഇമാജിനേഷനിലേക്കും റീസണിലേക്ക് വരുന്നത്. സോ അവർ നമ്മൾ റിയൽ വേൾഡ് ആയിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ മോണ്ടിസോറി കുട്ടികൾ എന്ന് പറയുന്നത്. റിയൽ നമ്മൾ എക്സ്റ്റേണൽ വേൾഡിന്റെ ഒരു മിനി നേച്ചർ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾ എന്താണ് പുറത്തുള്ള എൻവയോൺമെന്റ് കാണുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള എൻവയോൺമെന്റിന്റെ ശരിക്കും ഒരു മിനി നേച്ചർ ആണ് നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ സോ റിസീവ്ഡ് ഇൻ is worked upon, integrated and rise to order of intelligence. നമ്മൾ ഈ ഒരു റീസണിങ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് അവരുടെ ഇന്റലക്ച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് റിയാലിറ്റി ആയിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് എവിടെ ഉള്ളത്? നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത്. നമ്മൾ പറഞ്ഞു ഈ കുട്ടികള് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ലവ് ഓഫ് വർക്കിന്റെ കാര്യത്തിൽ
കോൺസെൻട്രേഷന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കുട്ടികളെ നമ്മൾ ഓഫ്റ്റൻ ലോങ്ലി ദ ചൈൽഡ് ഫ്രം ഹിസ് എൻവയോൺമെന്റ്, അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് അവനെ ലോങ്ലി ആക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരിക്കലും മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നല്ല മീനിങ്. നമ്മൾ അവരുടെ മൈൻഡിനെയാണ് അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവനെ അലൗ ചെയ്യാൻ, അവന് ഫ്രീഡം കൊടുക്കാൻ. സോ അങ്ങനെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവൻ ആ ഒരു സൈലൻസിനോട് വളരെ ഇഷ്ടമായിരിക്കും. ലവ് ഓഫ് സൈലൻസ്. അവൻ ആ ഒരു മൈൻഡിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈലൻസ് നമ്മളിപ്പം നമ്മള് യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് കാമാവില്ലേ, അതേപോലെ ആ ഒരു സൈലൻസിനെ നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങും, ഇഷ്ടപ്പെട്ട് തുടങ്ങും. നോക്കാട്ടാ. ലവ് ഓഫ് സൈലൻസ്. ദിസ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് ദ ചൈൽഡ് ലൈക്ക് ടു വർക്ക് ഇൻ ലോൺലിനെസ്. ഇതിന്റെ അർത്ഥം ഇതല്ല എന്നാൽ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയല്ല ഇതിന്റെ മീനിങ് വരുന്നത്. ബട്ട് റാദർ ഇൻ ദാറ്റ് സൈക്കോളജിക്കൽ ഐസൊലേഷൻ മെൻഷൻഡ് എബോവ് വിച്ച് ഇസ് ദ റിസൾട്ട് ഓഫ് കോൺസെൻട്രേഷൻ. ഇവിടെ പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഐസൊലേഷൻ ആണ്. നമ്മുടെ മൈൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസൊലേഷൻ നമ്മൾ പഠിച്ചിട്ടല്ല കേട്ടിട്ടുണ്ടാവും. കൊറോണയുടെ ഒക്കെ സമയത്ത് ഒരാളെ എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു, ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ. പക്ഷെ ഇവിടെ എന്താണ്, അവന്റെ മൈൻഡിനെയാണ് ഒറ്റപ്പെടുത്തുന്നത്. അങ്ങനെ മൈൻഡ് ഏകാഗ്രമാകുമ്പോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആകുമ്പോ അവൻ എന്ത് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ല ഇതാണ് കോൺസെൻട്രേഷൻ ബൈ പ്രൊഡക്റ്റ് ആണ്. അവരുടെ മൈൻഡ് എന്താക്കുമ്പോ ഐസൊലേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നമ്മൾ ലോങ്ലി ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ പ്രൊഡക്റ്റ് ആണ് ഇത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അറ്റ് അതർ ടൈംസ് when the aim of the work is more conscious and external children frequently work together in automatically formed group. അല്ലാത്ത പക്ഷെ നമ്മുടെ കുട്ടികളെല്ലാവരും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മാത്രം അവനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവനെ ഒറ്റപ്പെടുത്തുന്നല്ല, അവന്റെ മനസ്സിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാണ്. സൈക്കോളജിക്കൽ ഐസൊലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്ട്രിക്റ്റ് എന്ന് വെച്ചാല് ഇൻസ്ട്രിക്റ്റിന് വേറെ മീനിങ് ഉണ്ട്. ഇൻബെൽറ്റ് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചില നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കുട്ടീനെ നോർമലൈസ്ഡ് ആക്കാണ്, നോർമലൈസ്ഡ് ആക്കി മാറ്റാണ്. The mood of normalized child to their prepared environment and to all the enhanced occupation contained in it is that intensive love, not the activity. മിക്ക കുട്ടികളും ഇല്ലേടാ അവർക്ക് ഇഷ്ടമുള്ളത്, ചില കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ടോയ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ആദ്യം ഒരു താല്പര്യം. നമ്മളിപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റ് മെറ്റീരിയൽസ് ഒക്കെ ടോയ്സ് ആണ്, പക്ഷെ ടോയ്സ് പോലത്തെയാണ്, പക്ഷെ ടോയ്സ് അല്ല. ടോയ്സ് ആണെങ്കിൽ അവര് അതൊരു ഇൻട്രസ്റ്റ് കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞാൽ ആ ടോയ്സ് എവിടെയെങ്കിലും വലിച്ചു തന്നിട്ട് അവർ വേറെ എന്തെങ്കിലും വർക്കിന് പോകും. ഇപ്പൊ എന്താ പറയാ നമ്മൾ ഒരുപാട് ടോയ്സ് മെന്റൽ ആക്ടിവിറ്റീസിന്റെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ടോയ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മളത് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്താലും അത് അവരത് കുറച്ച് നാള് ആ ഒരു ഇഷ്ടമുള്ള അത്ര നാള് വരെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കളയാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നെ ശ്രദ്ധിക്കില്ല, അവർ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ എൻവയോൺമെന്റിലുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും. വീണ്ടും വീണ്ടും അത് ചെയ്ത് നോക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇന്റൻസീവ് ലവ് ആയിരിക്കും, ഭയങ്കര ഉത്സാഹമായിരിക്കും. എന്നുവെച്ചാല് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡിലാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് പിന്നെ വീണ്ടും ചെയ്യാനായിട്ട് ടോയ്സ് അല്ല, ശരിക്കും പറഞ്ഞാൽ ടോയ്സ് അല്ല. ഇപ്പൊ ഒരുപോലെ തന്നെ എപ്പോഴും ചെയ്യണമെന്നില്ല, വേറെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പിങ്ക് ടവർ നേരെ ബിൽഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ ആയിട്ട് ബിൽഡ് ചെയ്യാം, പാരലൽ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്നുള്ള നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണ മൂലമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ കുറച്ച് നേരത്തെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടൊന്നല്ല നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. It is true that in first fruits of their enthusiasm children wish to take the material home with them. അപ്പൊ പറയാണ് അവർക്കൊരു എന്താ പറയാ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ മെറ്റീരിയൽസ് ആദ്യം
ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് എനിക്ക് കൈവശം വെക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടാവും. ഞാൻ പറഞ്ഞു നോർമലൈസ് ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടികൾ കൊണ്ടുപോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അത് നോർമലാണ്, അങ്ങനെ സംഭവിക്കാം. കാരണം അവരുടെ ഒരു ഇഷ്ടമാണ്, അവർക്ക് അത് കൈവശം വെക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. നോക്കട്ടെ, with only for use. Enthusiasm children may wish to take the material home with them. ആദ്യം അവർക്കത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എന്താ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെയാണ് ബട്ട് ഓൺലി ഫോർ യൂസ്. പിന്നെ അവർക്ക് മനസ്സിലാവാത്ത ഇവിടെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് യൂസ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ഈ ക്ലാസ് റൂമിലുള്ള ബാക്കി എല്ലാ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത് മൂലം അവർ നമുക്ക് എന്താക്കി മാറ്റാനായിട്ട് പറ്റും, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാൻ പറ്റും. The reason why a normalized child has its defects of always waiting to the process things is because has they submitted his interest in that. Okay, ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമ്പോ അവൻ ഇപ്പൊ ഒരു കുട്ടി അത് യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ അവനത് കൂടുതലായത് എന്ത് ചെയ്യണം, ഒരു കുട്ടി ഭയങ്കര അനുസരണ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ നല്ല പേഷ്യൻസ് കിട്ടും. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ്. നമ്മളിപ്പോ ഒരു ആദ്യത്തെ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര എന്തായിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര ഇതായിരിക്കും, താല്പര്യമായിരിക്കും മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് കൈവശം വെക്കാനും പിന്നെ എന്താണ് അത് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഉള്ള താല്പര്യം ഉണ്ടാവും. പിന്നെ അവർ തിരിച്ചറിയും അത് ഇവിടെ വെച്ച് ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ്, എന്നെ പോലെ തന്നെ മറ്റു കുട്ടികൾക്കും ഇതിൽ അവകാശം ഉണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കും. ഇത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായി മാറി, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറി. അതേപോലെ തന്നെ ഇപ്പൊ ഒരു കുട്ടി ഈ മെറ്റീരിയൽസ് വെച്ച് എന്ത് ചെയ്യാണ്, പ്ലേ ചെയ്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർക്ക് ചെയ്യുന്നത് വരെ ഇപ്പൊ ഇവൻ വെയിറ്റ് ചെയ്യും. ആരാണ് ഇപ്പൊ ഒരു കുട്ടിക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ അവൻ അന്ന് ആ ഒരു കുട്ടിയായിരുന്നു ഫസ്റ്റ് ആ മെറ്റീരിയൽ സെലക്ട് ചെയ്തത്. സോ ആ കുട്ടികൾക്ക് വർക്ക് ചെയ്ത് തീരുന്നത് വരെ ആര് വെയിറ്റ് ചെയ്യും, നമ്മളുടെ ഈ കുട്ടി വെയിറ്റ് ചെയ്യാൻ വിചാരിക്കും. സോ അവൻ ചെറുപ്പത്തിലെ എന്ത് ശീലിക്കാണ്, അവൻ ചെറുപ്പത്തിലെ ആ ഒരു ശീലം കിട്ടുന്നുണ്ട്. അതെന്താണ്, അതിനോട് ക്ഷമ, പേഷ്യൻസ് കിട്ടാണ്. കാരണം ആ ഒരു കുട്ടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ ഇവൻ വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് നമുക്കറിയാം, ചിലപ്പോ ഒരു സെറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവൻ ആ ഒരു വർക്ക് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ കുട്ടി എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അത് അവൻ ചെയ്ത് അതിന്റെ പ്ലേസിൽ എത്തുന്നത് വരെ ആര് വെയിറ്റ് ചെയ്തിട്ട് ഈ കുട്ടി വെയിറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി അവൻ ആ പേഷ്യൻസ് എന്ത് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പേഷ്യൻസ് കിട്ടാണ്. അവർ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ അവൻ അതിന് ക്ഷമ കിട്ടാണ്. അപ്പൊ ഇന്നത്തെ പോലത്തെ കുട്ടികളായിരിക്കില്ല നമ്മൾ മോണ്ടിസോറി, നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ആ കുട്ടികളെ ആയിരിക്കില്ല നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ബിൽഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താണ് ക്ഷമിക്കാനുള്ളത്, അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് പെട്ടെന്ന് ആരോടും ദേഷ്യം വരില്ല. ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവൻ ചെറുപ്പത്തിലേ പഠിക്കുന്നു. അപ്പോ നമ്മൾ പറഞ്ഞത് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ലവ് ഓഫ് ഓർഡർ ആണ്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന് അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. സോ ഈ ഒരു എൻവയോൺമെന്റിനോട് അവർക്ക് ഭയങ്കരമായിട്ട് എന്തുണ്ടാവും, ഇഷ്ടം ഉണ്ടാവും. കാരണം അതേപോലെ തന്നെ അവൻ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓർഡർ ഉണ്ടല്ലോ, അത് അവന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. ഓരോ മെറ്റീരിയൽസിനും അതാത് പ്ലേസിൽ അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു തോട്ട് അവന് വരും. ലവ് ഓഫ് വർക്ക്, അവന് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതിലൂടെ സെൽഫ് ബേസ്ഡ് എനി ആക്ടിവിറ്റി, വർക്ക് എന്ന് വെച്ചാൽ ഏതൊരു ആക്ടിവിറ്റിയും ആവാം. അപ്പൊ അവന് സ്വയം ബിൽഡ് ചെയ്യാനായിട്ട് അവൻ ആ ചെയ്യുന്ന വർക്കിൽ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടം ഉണ്ടാവും. ഇനി പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അവന് കോൺസെൻട്രേഷൻ കിട്ടും. അവന് നമ്മൾ എന്ത് ചെയ്യണം, സൈക്കോളജിക്കലി ഐസൊലേറ്റ് ചെയ്യുന്നത് മൂലം അവൻ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടാണ്, കോൺസെൻട്രേഷൻ പവർ ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിന്റെ ഒരു മിനി നേച്ചർ ആണ് ഇവിടെ. മിനി വേൾഡ് ആണ് നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ബിൽഡ് ചെയ്യുന്നത്. സോ റിയൽ ആയിട്ട് അവൻ എന്തെല്ലാം കാര്യങ്ങളാണ് റിയലി ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവനെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വർക്കുകൾ പഠിപ്പിക്കല്ല, അവൻ ചെയ്യുന്നത്. സോ അവന് റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് പറ്റും.
ലവ് ഓഫ് സൈലൻസിൽ പറഞ്ഞ എന്തായിരുന്നു, നമ്മളിവിടെ അവനെ എന്താ പറയാ, നമ്മൾ മോൺസോറി ക്ലാസ് റൂമിൽ നിന്ന് ഒറ്റപ്പെടുത്തിയല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് കൊടുക്കുന്നത്. ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ മൈൻഡ് ഐസൊലേഷൻ കൊടുക്കണം മനസ്സിന്, അല്ലെങ്കിൽ മനസ്സിന് മാത്രം അവിടെ ഐസൊലേഷൻ ചെയ്യുന്നത്, അല്ലാതെ അവനെ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നില്ല. അല്ലാത്ത സമയങ്ങളിൽ കുട്ടികളെല്ലാവരും വർക്ക് ടുഗദർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് ഫോം ചെയ്ത് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് തമ്മിൽ നല്ലൊരു എന്താ പറയാ, നല്ലൊരു എന്താ പറയാ, ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ ഒക്കെ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്മീഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മള് ഇൻവേറ്റ് ചെയ്യാണ്, നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് നമ്മളൊരു ഇഷ്യൂ ഉണ്ടാവും. കാരണം ഈ ഒരു എൻവയോൺമെന്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസ് നിങ്ങൾ, ഞാൻ പറയാം ഫസ്റ്റ് പറയാം, മോണ്ടിസോറി മെറ്റീരിയൽസ് നിങ്ങൾ ആയാലും കാണുന്നു, ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ഒരു തോട്ട് വരും, ഈ മെറ്റീരിയൽസ് ഒക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുഞ്ഞു പിള്ളേരുടെ കാര്യം അതേപോലെ തന്നെയല്ലേ. അപ്പൊ അവർക്കും ഒരു എന്തൂസിയാസം ഉണ്ടാവും ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യാനായിട്ട്, കൈവശം വെക്കാനും അത് വീട്ടിൽ കൊണ്ടുപോകാനും. പിന്നെ അവൻ മനസ്സിലാക്കും, അവൻ കൃത്യമായിട്ട് ഇവിടെ വരുമ്പോ എന്താണ് അവൻ മനസ്സിലാക്കും, ഈ മെറ്റീരിയൽസ് ഒന്നും എനിക്ക് കൈവശം വെക്കാൻ അല്ലെങ്കിൽ എനിക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളത് അല്ല, എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അവൻ മനസ്സിലാക്കുന്നത് മുതൽ നമ്മൾ അവൻ എന്ത് പറയും, നോർമലൈസ്ഡ് ചൈൽഡ് ആയി എന്ന് പറയും. ഓക്കെ, അപ്പോ ഒരു കുട്ടി വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഇപ്പൊ പിങ്ക് ടവർ അവൻ ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പിങ്ക് ടവർ ഈ കുട്ടിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ ആ കുട്ടി ചെയ്ത് തീരുന്നത് വരെയും അവന് നല്ല ക്ഷമയോട് കൂടി നല്ല പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡിന് പറ്റും. ഓക്കെ, ഷെയറിങ് പഠിക്കും, അതെ ഷെയറിങ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇനി വരുമ്പോൾ നമ്മൾ പഠിക്കും ഈ എൽഡർ വൺസ് ഉണ്ടല്ലോ, മുതിർന്ന കുട്ടികൾ. മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ പറയും ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളായിരിക്കും നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യം വന്ന കുട്ടികള് ഇനി യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളത് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല. മുതിർന്ന കുട്ടികൾ എന്ത് ചെയ്യും, യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. സോ അവിടെ നമ്മൾ നല്ലൊരു കോപ്പറേഷനും ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ നമ്മൾ ഇവിടെ തന്നെ പഠിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചെറുപ്പത്തിലെ വേണ്ട കുറെ ക്വാളിറ്റീസ് ആണ് ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, പേഷ്യൻസ്, ഷെയറിംഗ് മെന്റാലിറ്റി എല്ലാം. അത് നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിൽ, ചെറിയൊരു എൻവയോൺമെന്റിൽ വെച്ച് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് വിടുമ്പോ അവർ പുറത്തൊരു എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റിയൽ വേൾഡിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ റിയൽ വേൾഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ആവാനായിട്ട് അവർക്ക് പെട്ടെന്ന് പറ്റും. നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറാനും നല്ല ക്വാളിറ്റീസ് ഉള്ള നല്ല ക്യാരക്ടേഴ്സ് ഉള്ള വ്യക്തികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടികളെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും നോക്കുക. ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, ഫൗണ്ട്, സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, ലവ് ഓഫ് സൈലൻസ്, സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിക്ട്. ഇൻസ്റ്റിക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻബിൽറ്റ് എന്നുള്ള അർത്ഥമാണ്, അവരെ ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നോർമലൈസ് ആക്കി എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ 6 പോയിന്റ് ഉണ്ട്, വേഗം റീഡ് ചെയ്ത് നോക്കാം. ഞാൻ ഈ 6 പോയിന്റും ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ആ ഒരു കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വരുമ്പോ എന്ന് എനിക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് പറയിപ്പിക്കും. സോ എല്ലാവരും റീഡ് ചെയ്യാം, റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. എടാ, അത്യന്തമായ സ്വസ്ഥിതമായ കോൺസെൻട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വയം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ അവിടെ ബിൽഡ് ചെയ്യാനാണ് അർത്ഥം.
എല്ലാവരും റീഡ് ചെയ്താ? ഓക്കേടാ. ഓക്കെ. അപ്പോ ലവ് ഓഫ് ഓർഡർ അതാരാ പറയുന്നേ? ഞാൻ പറയാം മാം. മോൻഷാണ് പറയുന്നത്. ലവ് ഓഫ് ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളെ ഇപ്പൊ മോണ്ടിസോറി സ്കൂൾ ടീച്ചർ പറഞ്ഞ മാതിരി അതിൽ നമ്മൾ ഓരോ വസ്തുക്കള് ഇന്ന സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ഫസ്റ്റ് വരുന്ന ആ കുട്ടികൾക്ക് ആവുമ്പോൾ അത് കാണുന്നു, അവർക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഈ വസ്തു ഇവിടെ വെക്കുന്നതാണ് എന്ന് നമ്മൾ അവർ മനസ്സിലാക്കുന്നു. അവർ പിന്നീട് അത് അവിടേക്കാണെന്ന് വെക്കേണ്ടതെന്ന് മനസ്സിലാക്കി അത് ഫോളോ അപ്പ് ചെയ്ത് വരുന്നു ഓർഡർലി. അപ്പൊ അതാണ് ലവ് ഓഫ് ഓർഡർ. ഓക്കെ. ഇനി ലവ് ഓഫ് വർക്ക് ആരാ പറയുന്നേ? ഞാൻ പറയട്ടെ. ജോളി പറഞ്ഞോ? ജോളി അല്ലേ? വേറെ ആരോ പറയാന്ന് പറഞ്ഞു മാം. അല്ല പറഞ്ഞോ കുഴപ്പമില്ല പറഞ്ഞോ. ജോളി പറഞ്ഞോ? Love of work is the fundamental concept of Montessori education. Love of work, Montessori observed children are motivated to engage in purposeful activity, which brings them joy and satisfaction. Then children choose their own activity. Example, allowing them to develop self-direction. Then children work helps concentration and their own focus. അതായത് എന്ത് വർക്ക് ചെയ്താലും അതിനകത്തൊരു ഫോക്കസ് ഉണ്ടായിരിക്കുക, അതിനകത്ത് തന്നെ അതിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റൻഷൻ കറക്റ്റ് ആയിട്ട് കുട്ടികൾ കൊണ്ടുപോവുക. ദെൻ കംപ്ലീറ്റ് ടാസ്ക് ചിൽഡ്രൻ പ്രൈഡ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. അതിനകത്ത് തന്നെ ആ കുട്ടിക്ക് ആ വർക്കിനകത്ത് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. വേറെ പുറത്ത് ഇനി ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും കുട്ടി അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, അത് കംപ്ലീറ്റിംഗ് ടാസ്ക് ഗിവ്സ് ചിൽഡ്രൻ എന്നുള്ളതാണ് അതിന്റെ മെയിൻ എയിം ഒരു കുട്ടിയുടെ. ഓക്കെ. ലവ് ഓഫ് വർക്ക്. ഇപ്പൊ ആ കുട്ടി ചിലപ്പോ ഒരു ദിവസം ആ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ദിവസം ചെയ്തു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോഴും അവൻ അതേ വർക്ക് തന്നെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലവ് ഓഫ് വർക്ക്. അവൻ ഏത് വർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏത് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് കുറെ ദിവസം ആ കുട്ടി അതേ വർക്ക് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അവൻ ആ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ അവൻ എന്ത് കിട്ടുന്നുണ്ട്? ലവ് ഓഫ് വർക്ക്. ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അത് ഭയങ്കര ആത്മാർത്ഥതയോട് കൂടി ആണ് അവൻ ആ ഒരു വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. സോ അവൻ അതുവഴി നമുക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ കിട്ടും. ജോലി പറഞ്ഞ കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് അതാരാ പറയുന്നേ? profound spontaneous concentration. ഞാൻ പറയാം മാം. പറഞ്ഞോടാ. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അതായത് കണ്ടിന്യൂസ് വർക്ക് ലെറ്റ് ടു മേക്ക് ദ ചൈൽഡ് ഫുള്ളി കോൺസെൻട്രേറ്റഡ്. ഒരു കാര്യം തന്നെ ഒരു കുട്ടി ഒരു വർക്കായാലും ഒരു ആക്ടിവിറ്റി ആയാലും തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും വഴി അവന്റെ ഏകാഗ്രത കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ക്യാൻ മേക്ക് ദ ചൈൽഡ് ലോൺലി ഫ്രം ദ എൻവയോൺമെന്റ്. അതായത് നമ്മൾ നല്ലൊരു കുട്ടി നല്ലൊരു വർക്ക് എന്തും ആയിക്കോട്ടെ, കളിക്കുന്ന ആയിക്കോട്ടെ, ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആയിക്കോട്ടെ, കുട്ടി അതിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അവന് എൻവയോൺമെന്റിൽ നിന്ന് ലോൺലി ആയി. അതായത് ചുറ്റും നടക്കുന്ന ഒന്നും അവൻ അറിയുന്നില്ല, എന്താണ് അവന്റെ ചുറ്റുവട്ടത്തുനിന്ന് നടക്കുന്നതെന്ന് പോലും അവൻ അറിയാതെ thereby increases the power of concentration. അതുവഴി അവന്റെ കോൺസെൻട്രേഷൻ ഏകാഗ്രതയുടെ പവർ ആ ഒരു ശക്തി ഇൻക്രീസ് ചെയ്യുകയാണ്. ചുറ്റും നടക്കുന്ന ഒന്നും കാണാതെ എൻവയോൺമെന്റിൽ നിന്ന് ലോൺലി ആയി കംപ്ലീറ്റ്ലി ആ കുട്ടി എന്തിലേക്കാണ്? അവന്റെ വർക്കിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആവുകയാണ്. അതാണ് പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. കറക്റ്റ് അല്ലേ മാം? കറക്റ്റ് ആണ്. അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് നേരം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട്, ഡീവിയേഷൻസ് ഒന്നും ഇല്ലാതെ ഒരുപാട് നേരം അവർ ചെയ്യുന്ന വർക്ക് കറക്റ്റ്
കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിക്കുമ്പോൾ വലുതാകുമ്പോൾ മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് കൂടുതൽ നേരം ഒത്തിരി നേരം വർക്ക് ചെയ്യാനായിട്ട് ടൈം അല്ലെങ്കിൽ കുറെ നേരം വർക്ക് ചെയ്യേണ്ട വന്നാലും അവർക്ക് അവരുടെ ടയർഡ്നെസ്സോ അല്ലെങ്കിൽ അവർക്ക് ആ സ്ട്രെസ്സോ ഒക്കെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഒത്തിരി നേരം അവർക്ക് പഠിക്കേണ്ട വന്നാലും അതൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് ചെറുപ്പം മുതലേ ശീലിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ സോ അവർക്ക് കറക്റ്റ് ആയിട്ട് ഒത്തിരി പേരൊക്കെ ചെറിയ പിള്ളേരൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാവും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാ? അവർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ കോൺസെൻട്രേഷൻ ചെയ്ത് ശീലിക്കാത്തതുകൊണ്ടാണ് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തത്. സോ ചെറുപ്പം മുതലേ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണ് നമ്മളിവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ത്രൂ വർക്കിലൂടെ. ജസ്റ്റ് ഒരു 1 സെന്റൻസ് ഇവിടെ പറയുന്നുള്ളെങ്കിലും കോൺസെൻട്രേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ഒത്തിരി നേരം ഒരു ബ്രേക്കും ഇല്ലാണ്ട് ഒരുപാട് നേരം എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാനും പഠിക്കാനാണെങ്കിൽ പഠിക്കാനും മറ്റ് എന്തൊരു ആക്ടിവിറ്റിയിലും ഒത്തിരി നേരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി നേരം എൻഗേജ് ആവാനായിട്ട് പറ്റും. ഇനി അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി നല്ല അടിപൊളി ഒരു പോയിന്റ് ആണ്. അതാരാ പറയുന്നേ? ഞാൻ പറയാം മാം. ഓക്കെ, അർച്ചന പറഞ്ഞോ. അതായത് അറ്റാച്ച്മെന്റ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഒരു ഇമേജ് അത് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് അതിനെ അവർ സെൻസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, മൂവ്മെന്റ്സ്, കളറ് ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അത് റിയാലിറ്റി ആയിട്ട് അവർ കണക്കിലെടുത്തിട്ട് അത് മനസ്സിലാക്കും. എന്നിട്ടത് ആ റിയാലിറ്റിയോട് അവർ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അവർക്ക് ആ ഇമാജിനേഷനിലൂടെ അവർക്ക് അറിയാൻ പറ്റും. അതിലൂടെ അവരുടെ ഇന്റലിജൻസിന് ഒരു ഓർഡർ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. ഇതാണ് മാം എനിക്ക് മനസ്സിലായത്. വേറെ ആരെങ്കിലും പറയുന്നുണ്ട് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി? മാം ഒന്നും കൂടെ പറയാൻ പറ്റുമോ? പറഞ്ഞോ, തമിഴ് പറഞ്ഞോട്ടെ. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. മോണ്ടിസോറി ടീച്ചേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് റിയാലിറ്റി. മോണ്ടിസോറി എല്ലാം നമ്മളെ റിയാലിറ്റിയിൽ നിന്ന്, റിയൽ വേൾഡിൽ നിന്നാണ് പഠിപ്പിച്ചു തരുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ ടീച്ചിങ് എ ചൈൽഡ് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടീനെ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ എന്നൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു മോണ്ടിസോറി ടീച്ചർ ആണെങ്കിൽ നമ്മുടെ ഒരു ആപ്പിൾ, ഒരു ഇമേജ് കാണും, അല്ലെങ്കിൽ അതിന്റെ ഒരു ടോയ് എങ്കിലും വെച്ച് നമ്മൾ അവരെ കാണിച്ച് റിയൽ വേൾഡിലേക്ക് ഇറങ്ങി നമ്മൾ അവരെ പഠിപ്പിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ കളേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു കളർ ചാർട്ട് നമ്മുടെ കയ്യിൽ കാണും, അല്ലെങ്കിൽ കളേഴ്സ് ബോക്സ് യൂസ് ചെയ്ത് റെഡ് ആണെങ്കിൽ ദിസ് ഈസ് റെഡ് കളർ, ഇത് യെല്ലോ കളർ, അതേപോലെ കാണിച്ച് റിയൽ ഇമേജ് കാണിച്ച് അവരെ നമ്മൾ പഠിപ്പിക്കും. ദ ചൈൽഡ്സ് മൈൻഡ് കൺസ്ട്രക്ട് ഇറ്റ് സെൽഫ് ത്രൂ കോണ്ടാക്ട് വിത്ത് എക്സിസ്റ്റൻസ് ഓർ റിയൽ വേൾഡ്. അങ്ങനെ റിയൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കുട്ടികളുടെ മൈൻഡ് നല്ലപോലെ ഒരു കൺസ്ട്രക്റ്റഡ് ആവും. അതായത് അവർ ഒരുപാട് ചിന്തിക്കാനും അതുവഴി അവര് ത്രൂ സെൻസസ്, ഫസ്റ്റ് എന്ന് വെച്ചാൽ അവരെന്താ ചെയ്യാ, ഡൺ ത്രൂ സെൻസസ് ആൻഡ് മൂവ്മെന്റ് വിത്തിൻ എക്സ്റ്റേണൽ വേൾഡ്. ചുറ്റുമുള്ള ലോകത്തിൽ നിന്നും ഇപ്പൊ അർച്ചന പറഞ്ഞ പോലെ സെൻസസിലൂടെ ആ ഒരു മൂവ്മെന്റ്സ് കാണിച്ച് അവർ പഠിക്കാൻ തുടങ്ങും. പിന്നീടാണ് അവർ എങ്ങോട്ട് പോകുന്നത്? ഈ ഒരു റീസൺ ആൻഡ് ഇമാജിനേഷനിലേക്ക് പോകുന്നത്. തന്നെത്താനെ ചിന്തിച്ച്, ഇപ്പൊ ഒരു എലിഫന്റ് എന്ന് പറയുമ്പോൾ ആന എന്ന് പറയുന്ന ഒരു വലിയൊരു ജയന്റ് രൂപമാണ്, വലിയ ചെവിയും വലിയ ട്രങ്കും വലിയ കൊമ്പും ഒക്കെ ഉള്ള രൂപമാണെന്ന് പിന്നീട് സെക്കൻഡ് സ്റ്റേജിലാണ് അവർ എന്ത് ചെയ്യുക? ഇമാജിനേഷൻ ആൻഡ് റീസണിങ് പോകുന്നത്. അങ്ങനെ ദിസ് ഇൻഫോർമേഷൻസ് ഓർ റിസീവ്ഡ് ഈസ് വർക്ക്ഡ് അപ്പോൺ, അത് അവർ വർക്ക് ചെയ്ത് ചിന്തിച്ച് ദെൻ ടു ഓർഡർ ഓഫ് ഇന്റലിജൻസിലേക്ക് കുട്ടികൾ അടുത്ത സ്റ്റേജിലേക്ക് മാറും. This is attachment to reality. മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളിപ്പോ മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും നമ്മളൊരു ആനയുടെ ഇമേജ് കാണിച്ചിട്ടുണ്ട്, അവിടെ നമ്മളിത് ആനയാണ്, അല്ലെങ്കിൽ ഒരു ഇലയുടെ പറിച്ചിട്ട് ഇത് ഇലയാണ്, ഈ ഇലയുടെ കളർ ഗ്രീൻ ആണ്, നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ടല്ലോ. ഇതിപ്പോ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിലും മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും കോൺസെൻട്രേഷനും അങ്ങനെ അവർക്കൊരു ഇത് കിട്ടില്ലേ? ഓക്കെ, ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ പറയാണ് കുട്ടികളോട് റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞു വിചാരിക്കും. റെഡ് ആപ്പിൾ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് നമുക്ക് റെഡ് എന്താണെന്ന് അറിയാം, കളർ അറിയാം. കളർ ബോക്സിന് റെഡ് കളർ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മളിവിടെ ആപ്പിളിനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. സോ റെഡ് ആപ്പിൾ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം ആപ്പിള് റെഡ് കളർ ആയിരിക്കും എന്ന്. ഗ്രീൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കളർ ബോക്സിൽ ഗ്രീൻ കളർ എന്നുള്ളത് അവരുടെ മൈൻഡിലേക്ക് വരും. ദെൻ ആപ്പിളിന്റെ ആ ഷേപ്പും വരും. സോ ദെൻ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ഇത് ഗ്രീൻ ആപ്പിൾ ആണ്. സോ അവർക്കത് വേർതിരിച്ചറിയാനായിട്ട് അവരുടെ ഇമാജിനേഷനിൽ അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പൊ എലിഫന്റിന്റെ ഇമേജ് ഒക്കെ കാണിച്ചാൽ പഠിപ്പിക്കുമെന്ന് പറയാം. ഓക്കെ, കറക്റ്റ് ആണ്. നമ്മളത് സെൻസിലൂടെ
അല്ലെങ്കിൽ അത് സെൻസ് ചെയ്ത് അല്ലെങ്കിൽ ത്രൂ അവർക്കത് എന്താ പറയാ അത് മനസ്സിലാക്കി ആണ് എല്ലായിടത്തും ഇമേജ് ഒക്കെ കാണിച്ചായിരിക്കും പഠിക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ചും കൂടി നമ്മളത് പ്രാക്ടിക്കലി അവർ വീണ്ടും വീണ്ടും ഒറ്റയ്ക്ക് തന്നെ അത് ഇപ്പൊ കളറിംഗ് ബോക്സിൽ ഒരു കളർ ഇട്ടത് ഇത് റെഡ് കളറാണ്, ഇത് ഇന്ന കളറാണ്, ബ്ലൂ കളറാണ്, ഗ്രീൻ ആണ്. അപ്പൊ ഗ്രീൻ ലീഫ് എന്ന് പറയുമ്പോൾ ലീഫ് ഇങ്ങനെ ആയിരിക്കും, പല ഷേപ്പിലും വരാം. അപ്പൊ ഗ്രീൻ ലീഫ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഇമാജിനേഷനിലേക്ക് എന്താ ഫസ്റ്റ് വരുന്നത്, ഈ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് വരുന്നത്, പിന്നെ ലീഫ് ആയിരിക്കും വരുന്നത്. അപ്പൊ കുറച്ചും കൂടി റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ആയിരിക്കും ഇവര്. പിന്നെ ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മിനി നേച്ചർ ആണ്, മിനി വേൾഡ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡിന്റെ തന്നെ മിനി നേച്ചർ ആണ്. ആള് പറഞ്ഞപ്പോ കുറച്ചും കൂടി എക്സാമ്പിൾ കൂടി പറഞ്ഞെന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ റിയൽ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ഒരു കുട്ടി ചെയ്യേണ്ടത് അത് തന്നെയാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഫ്രെയിംസിന്റെ കാര്യമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രെയിംസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫ് രീതിയിലാണ് വരുന്നത്, ഫ്രെയിമുകൾ വരുന്നത്. നമ്മൾ ബട്ടൺസ് കൂട്ടാനും അല്ലെങ്കിൽ അതേപോലെ റിയൽ ആയിട്ട് ഇപ്പോഴും ചെറിയൊരു കുട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്ന കുട്ടിക്കാണെങ്കിൽ പോയി സ്വയം ബട്ടൺസ് ഇടാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവർ പ്രോപ്പർ ആയിട്ടായിരിക്കില്ല ബട്ടൺസ് ഇടുന്നത്. അത് എന്തുകൊണ്ടാണ്, അവർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ചിലവർക്ക് എന്താണ് സിപ്പ് ഇടാൻ പോലും അറിയാൻ പറ്റില്ല, ഷൂ ലേസ് സ്വയം കെട്ടാൻ അറിഞ്ഞൂട, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ മിക്ക കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടു. സോ പ്രാക്ടിക്കലി നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് നമ്മുടെ റിയൽ വേൾഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പഠിക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞു കുട്ടികളെ കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകൾ ചെയ്യിപ്പിക്കണം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം, ടീച്ച് ചെയ്യണം. ഇപ്പൊ ഒരു കുട്ടി സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് നമ്മൾ ആ പാത്രം കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഒരു 4-5 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പാത്രം കൊണ്ടുവന്ന് വാഷ് ബേസിനിൽ കൊടുക്കുന്നത്. കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ലൈഫിൽ അതെന്ത് ചെയ്യാൻ ശീലിക്കാം. നമ്മളിവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അതെങ്ങനെയാണെന്നൊക്കെ പ്രാക്ടിക്കൽ ലൈഫിലൂടെ അവർ പഠിപ്പിക്കുന്നുണ്ട്. സോ ഇങ്ങനെ പഠിപ്പിക്കുന്നത് മൂലം അവർക്ക് എന്താണ് പെട്ടെന്ന് റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ആവാനായിട്ട് പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ വേൾഡിന്റെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിന്റെ തന്നെ ഒരു മിനി നേച്ചർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർക്കൊരു വേർതിരിവ് ഉണ്ടാവില്ല, ഇന്നത് റിയൽ ആണ്, ഇന്നത് ക്ലാസ് റൂം ആണെന്നുള്ള വേർതിരിവ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ലെക്ചർ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ എലിഫന്റ് എന്താണ് ഈ ഫോർ എലിഫന്റ് അല്ലെങ്കിൽ എലിഫന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജ് ആണ് മൈൻഡിലേക്ക് വരുള്ളൂ. ജസ്റ്റ് ആ ഒരു ഇമേജ് മാത്രമാണ് അവിടെ വരുന്നത്. ആ ഒരു ഡിഫറൻസ് അവർക്ക് തോന്നും. റിയാലിറ്റി ആയിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആർക്കും ഉണ്ടാവില്ല, നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾക്ക് റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് എന്താണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അത്രയുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്താണ് ലവ് ഓഫ് സൈലൻസ്. ആരാ പറയുന്നത് ലവ് ഓഫ് സൈലൻസ്? ഞാൻ പറയട്ടാമാ? പറയാം. ജോലി പറയാം. ആരെങ്കിലും പറയുന്നെങ്കിൽ പറയാം. ആരോ ഇടയ്ക്ക് പറയാന്ന് പറഞ്ഞു. ആരും പറയായിരുന്നോണ്ട് ഞാനങ്ങ് പറയാട്ടോ എന്ന് പറഞ്ഞതാ, ചോദിച്ചെന്നേ ഉള്ളു. വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. ആരോ പറഞ്ഞു ഇടയ്ക്ക് പറയാമെന്ന്. എന്ത് പറ്റി MT8 പറയാനൊക്കെ താല്പര്യക്കുറവ്? ഈ ചാടി പറയുന്നതാണല്ലോ, ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണോ? ഞാൻ പറയാം മാം ഞാൻ പറയാം. ഓക്കെ, ജ്യോതി പറഞ്ഞോടാം. അതായത് ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് മൈൻഡിനെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നു. ഒരു വർക്ക് ചെയ്യുമ്പോൾ സൈലന്റ് ആയിട്ട് തന്നെ അവർ അത് ചെയ്യാനുള്ള എയിം അവർക്ക് ഒരു കൂടുതൽ ആയ ആ വർക്കിനെ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ അവർക്ക് കൂടുതൽ കിട്ടുന്നു. അതിന് കറക്റ്റ് അല്ലേ മാം? കറക്റ്റാണ്. ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ലവ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മോണ്ടിസോറി കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുട്ടീനെ ക്ലാസ് റൂമിൽ നിന്ന് ഒറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്. അവർക്ക് ഓക്കെ മനസ്സിലാവണം. അവര് നമ്മൾ എന്ത് ചെയ്യാണ്,
അവർ സൈക്കോളജിക്കലി ഐസൊലേറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ മൈൻഡാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈൻഡിനെയാണ് അവിടെ ഒറ്റപ്പെടുത്തുന്നത്. ആ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. അല്ലാത്ത സമയം നമ്മളുടെ കുട്ടികളെല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പൊക്കെ ആയിട്ട് ഫോം ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ ഐസൊലേഷൻ കൊടുക്കുന്നത് മൂലം തന്നെ ഇങ്ങനെ ഈ സൈലൻസ്, ലവ് ഓഫ് സൈലൻസിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ്. അവനവന്റെ മനസ്സ് അവന് കോൺസെൻട്രേറ്റ് പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കുട്ടി ശാന്തമായിട്ട് ഇരിക്കാനെ കൊണ്ട് ആ കുട്ടി തന്നെ അതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ അർത്ഥം എടുത്തൂടെ മാം? ആ കുട്ടി തന്നെ അത് തന്നെ സൈലൻസ് ആവാനായിട്ട്, ലവ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞ ഒരു മോണ്ടിസറിയുടെ ഒരു ബ്യൂട്ടിഫുൾ മെത്തേഡ് ആണെന്ന് അത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ സൈലൻസിന് ആ കുട്ടി തന്നെ. അതുപോലെ തന്നെ അതിന് സെൽഫ് അവയർനെസ്സും പീസും അത് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു ഈ സൈലൻസിൽ കൂടെ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കട്ടെ സൈലൻസിൽ കൂടെ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ മാമിനോട് ശരിയാണ്, ജോളി കറക്റ്റ് ആണ് പറയുന്നത് കേട്ടോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാൻ മാമിനോട് ചോദിക്കുന്നേ. സൈലന്റ് ബിഹേവിയർ ആ കുട്ടിക്ക് തന്നെ അത് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് അങ്ങനെയൊക്കെ ആ ഒരു ഫിലോസഫി കൂടെ കുട്ടി തന്നെ ഇതെല്ലാം സ്വന്തമായി മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. ഓക്കേടാ, എല്ലാ കാര്യങ്ങളും അവനെ സ്വയം കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ഒബീഡിയൻസ്, ഇൻഡിപെൻഡൻസ്, ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ശീലം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്നത് മൂലം കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇനി അടുത്താണ് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ്ക്റ്റ്. ഞാൻ പറയാം. അതനുസരിച്ച് പറഞ്ഞോ, തന്നെ വേണം. ഫർസാനല്ലേ അല്ലെങ്കിൽ അർച്ചനയാണോ? സുമയ്യ പറയാൻ വന്നു തോന്നുന്നു. അല്ല, പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ മാം, കുഴപ്പമില്ല. ഫർസാന ഓർക്കാണ്ട് മൈക്ക് ഓണാക്കിയതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒരാള് പറഞ്ഞാ മതി. പറഞ്ഞോ, വേണമെങ്കിൽ രണ്ടുപേരും പറഞ്ഞോ. ആദ്യം സുമയ പറഞ്ഞോ. ഓക്കെ. കുട്ടികൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് കാണുമ്പോൾ കൈവശം വെക്കാൻ തോന്നും, അവർക്ക് അത് എടുക്കാൻ തോന്നുമെങ്കിലും പിന്നീട് മറ്റുള്ള കുട്ടികൾക്ക് കൂടെ കൈകാര്യം ചെയ്യാനുള്ള സാധനമാണെന്നുള്ള രീതിയിൽ അവർ പേഷ്യൻസോട് കൂടി അത് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അവർ കൈകാര്യം ചെയ്യുന്നു എന്നാണ്. ഓക്കേടാ, അതേപോലെ തന്നെ നേരത്താരായിരുന്നു അർച്ചന. ഞാൻ പറയാം മാം. ഇപ്പോൾ മെറ്റീരിയൽ, അതായത് ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പോൾ ഈ ഗെയിം എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ മോണ്ടിസോറിയിൽ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഈ ചില കുട്ടികൾക്ക് അവരത് കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കൈവശം വെക്കണമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ളൊരു മൈൻഡ് വരും. അത് സ്വാഭാവികമാണ്, അവരുടെ ആ ഒരു ഏജിന്റെ ആ ഒരു മൈൻഡിന്റെ പ്രത്യേകതയാണ്, അവരുടെ ആ ഒരു വേ ഓഫ് മൈൻഡാണ്. പക്ഷേ പോകെ അവർ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ കൂടെയുള്ള കുട്ടികൾക്കും ഇത് കൈവശം വെക്കാൻ അവകാശമുണ്ട്. അത് വീട്ടിൽ കൊണ്ടുപോകേണ്ട സാധനമല്ല, നമ്മുടെ കൂടെ നമ്മളത് വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഗെയിമിന്റെ ഭാഗമാണ്, അത് ഓർഡറിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ടതാണ് എന്നവർ പിന്നീട് അത് മനസ്സിലാക്കും. അങ്ങനെയുള്ള ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ അവരതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ പേഷ്യൻസ് പഠിക്കും, ഷെയറിങ് മെന്റാലിറ്റി പഠിക്കും, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് വരും. അതാണ് മാം എനിക്ക് മനസ്സിലായത്. പിന്നീട് ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർ ക്ഷമയോടുകൂടി, ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുന്നിടം വരെ ഇവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് കാത്തിരിക്കാനും, ആ കുട്ടി ചെയ്തതിന് ശേഷം ഞാൻ എടുക്കാം എന്നുള്ള മൈൻഡിൽ അങ്ങനെ കാത്തിരിക്കാനൊക്കെ ഉള്ള ഒരു ക്ഷമ അവർക്കുണ്ടാവും. അതാണ് മാം എനിക്ക് മനസ്സിലായത്. ഓക്കെ, കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് മാം. അതായത് എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു, മനസ്സിലായ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ടൈം പോയത് അറിഞ്ഞില്ല, ടെസ്റ്റ് കുറച്ചുകൂടി എടുക്കാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നമ്മളിവിടെ മോണ്ടിസോറിയിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു പോകണം. ശരിക്കും പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കേണ്ട ആരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാകുന്നത് അത് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. സോ നമ്മൾ റീസണിങ് വഴിയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചാൽ മതി, ഒരിക്കലും കാണാപ്പാഠം പഠിക്കേണ്ട.
ഓക്കേടാ. ഓക്കെ, അപ്പോ ഇത് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഹലോ മാം, ഞാനാണ് പറയുന്നത്. പറഞ്ഞോടാ. ഷേർലി സജി ഫ്രം ആലപ്പുഴ. Let us sacrifice our today so that our children can have a better tomorrow. APJ Abdul Kalam. Thank you, ma'am. Thank you all. താങ്ക് യു മാം.